രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. आज रात के समय आज के ध्यान के लिए हमारे बाइबल के पन्ने മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. मत्ती रचित सुसमाचार उसके 16वें अध्याय 13 से लेकर 17 तक जो वचन पाए जाते हैं उन्हें हम पढ़ेंगे. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്നും അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബേറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. परमेश्वर के नाम की वचन की महिमा होवे. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഫിലിപ്പിന്റെ കൈസരിയിൽ എത്തിയപ്പോൾ യേശു ചോദിച്ച 2 ചോദ്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കുവാനുള്ളത്. प्रभु यीशु मसीह की इस धरती की सेवका के समय में कैसरिया के फिलिप्पी के जगह में जो प्रभु यीशु मसीह अपने चेलों से पूछे हुए 2 सवालों के बारे में आज रात हम मनन करने जा रहे हैं. യേശു 2 ചോദ്യങ്ങളാണ് അന്ന് ചോദിച്ചത്. यीशु मसीह सिर्फ 2 सवालों को वहां पर पूछे थे. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? वहां पर लोग मनुष्य के पुत्र को क्या कहते हैं? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? आप लोग मुझे किस तरह जानते हो? ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? लोग मेरे बारे में क्या कहते हैं? നിങ്ങൾ എന്നെ കുറിച്ച് എന്തുവാ പറയുന്നത്? आप मेरे बारे में क्या बताते हैं? ഒന്നാമത്തെ ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? पहला सवाल यह है कि जो लोग मेरे बारे में मनुष्य के पुत्र के बारे में क्या कहते हैं? യേശു പരസ്യ ശുശ്രൂഷയിലൂടെ യേശു ആരെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പരസ്യ ശുശ്രൂഷയിലൂടെ യേശു ആരെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. यहाँ पर प्रभु यीशु मसीह अपने धरती की सेवका के समय में कौन है वो प्रकटीकरण दिए थे. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ യേശു അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ये सवाल पूछने से पहले से ही प्रभु यीशु मसीह बहुत सारे चमत्कार किए थे. അനേക രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. बहुत सारे बीमार लोगों को प्रभु ने चंगा किया था. ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. हजारों लोग प्रभु की संदेश को सुनने के लिए आते थे. എന്നാൽ ഈ പ്രഭാഷണങ്ങൾ കേട്ടവർക്കും രോഗം സൗഖ്യമായവർക്കും അത്ഭുതങ്ങൾ കണ്ടവർക്കും യേശുവിനെ മനസ്സിലായില്ല. इस चंगाई पाने वाले और प्रभु के वचन को सुनने वाले और उसके साथ चलने वालों को प्रभु यीशु मसीह कौन है उनको समझ में नहीं आया. അതുകൊണ്ട് യേശു തന്നെ ചോദിക്കുകയാണ്, ആട്ടെ ജനങ്ങൾ എന്നെ കുറിച്ച് എന്തുവാ പറയുന്നത്? इसलिए प्रभु यीशु मसीह खुद कहते हैं कि लोग मेरे बारे में क्या कहते हैं. അവർ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടല്ലോ, वो सारे चमत्कारों को तो देखे थे. അവരുടെ രോഗികളെല്ലാം സൗഖ്യമായല്ലോ, यहाँ पर बीमार लोग चंगे भी हुए थे. അനേക പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചല്ലോ. बहुत बड़े संदेश उन्होंने सुना भी था. ആട്ടെ ഇവർക്ക് എന്ത് മനസ്സിലായി? ये सारे लोगों को ये क्या समझ में आया? യേശു ആരാണെന്ന് ഇവർക്ക് മനസ്സിലായോ? यीशु कौन है इनको अगर वे जाने हैं कि नहीं. അതിന് ശിഷ്യന്മാർ പറഞ്ഞ മറുപടി, यहाँ पर चेले इस तरह जवाब देते हैं. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണെന്ന്, कुछ लोग कहते हैं कि तू यूहन्ना बपतिस्मा देने वाला है. ചിലർ പറയുന്നു നീ ഏലിയ പ്രവാചകനാണെന്ന്, कुछ लोग कहते हैं कि तू एलिया भविष्यवक्ता है. ചിലർ പറയുന്നു നീ യെരമ്യാവാണെന്ന്, कुछ लोग कहते हैं कि तू यिर्मयाह है. ചിലർ പറയുന്നു ഏതോ ഒരു പ്രവാചകനാണെന്ന്. कुछ लोग कहते हैं कि कोई एक भविष्यवक्ता है. ആർക്കും വ്യക്തമായ ഒരു ഉത്തരമില്ല. किसी को निश्चित तौर पर एक जवाब नहीं था. എല്ലാവരും പറഞ്ഞത് നല്ല അഭിപ്രായങ്ങളാണ്. सारे लोग अच्छे अच्छे अभिप्राय को बताए थे. ഇന്ന് രാത്രിയും യേശുവിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. आज रात के समय भी यहाँ पर यीशु के बारे में अच्छा विचार बताने वाले हैं. യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്നല്ല ചോദ്യം. यहाँ पर सवाल यह नहीं कि यीशु के बारे में आप कहना क्या कहते हो. യേശുവിനെ നിങ്ങൾ ആരായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? यहाँ पर सवाल यह है कि प्रभु यीशु मसीह को आप किस तरह उनको समझे हो. യേശുവിന്റെ തലമുറയിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു യേശുവിൻ്റെത്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ആളായിരുന്നു. वहाँ पर उनको बहुत गलत फहमी कर लिया गया था. ഈ തലമുറയിലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് യേശു. उस तरह के बहुत गलत फहमी उनके बारे में हुई थी. ഓരോരുത്തർക്ക് യേശുവിനെ കുറിച്ച് ഓരോ അഭിപ്രായമാണ്. हर एक आदमी अलग अलग विचार रखते थे उनके बारे में. എല്ലാവരും പറയുന്നത് നല്ല കാര്യങ്ങളാണ്. वो सब लोग अच्छे अच्छे विचार ही उनके बारे में बताते യേശു थे. യോഹന്നാൻ സ്നാപകനാണെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. यीशु यूहन्ना बपतिस्मा देने वाला है कहे वो भी अच्छा था. ഏലിയാവെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. एलिया कहे वो भी अच्छा था. യെരമ്യാവെന്ന് പറഞ്ഞതും നല്ല കാര്യമാണ്. यिर्मयाह बताए ये भी अच्छा था. ഏതോ പ്രവാചകനാണെന്ന് പറഞ്ഞതും നല്ല കാര്യമാണ്. वो एक भविष्यवक्ता है कहे वो भी अच्छा था. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, परंतु आज रात के समय मैं आपसे पूछना चाहता യേശു हूँ, ഇതിൽ ആരാണ്? यीशु आपके लिए कौन है? നിങ്ങൾക്ക് ആരായിട്ടാണ് യേശുവിനെ മനസ്സിലായിരിക്കുന്നത്?
आपके लिए प्रभु यीशु मसीह कौन है? आप प्रभु यीशु को किस तरह समझते हो? യേശുവിനെ അനേക ദേവന്മാരിൽ ഒരു ദേവനായി മനസ്സിലാക്കിയവരുണ്ട്. बहुत सारे लोग यीशु को बहुत सारे भगवानों के बीच में एक भगवान जानते हैं. അനേക ഗുരുക്കന്മാരിൽ ഒരു ഗുരുവായിട്ട് बहुत മനസ്സിലാക്കിയവരുണ്ട്. सारे लोग सोचते हैं कि बहुत सारे गुरुओं में एक गुरु है ये भी. ഒരുപാട് നല്ല മനുഷ്യരിൽ ഒരു നല്ല മനുഷ്യനായി യേശുവിനെ कुछ മനസ്സിലാക്കിയവരുണ്ട്. लोग बोलते हैं कि बहुत सारे अच्छे लोगों में एक अच्छा इंसान यीशु है. യേശു അനേക ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല. अब यीशु मसीह बहुत सारे भगवानों के बीच में एक ईश्वर नहीं है. യേശു അനേക രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഒരു രക്ഷിതാവല്ല. बहुत सारे छुटकारे देने वालों के बीच में एक छुटकारा देने वाला नहीं है. യേശു നിസ്തുല്യനായ ദൈവപുത്രനാണ്. वो परमेश्वर का महान पुत्र है. യേശുവിന് തുല്യനായി ആരുമില്ല. उसके समान कोई और नहीं है. യേശുവിനെ പോലെ ആരുമില്ല. यीशु के समान कोई भी नहीं है. നമ്മുടെ രാജ്യം ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന രാജ്യമാണ്. हमारे राज्य में ईश्वरों को बनाया जाता है. ഇവിടെ മനുഷ്യരായി ജനിച്ച് മനുഷ്യരായി ജീവിക്കുന്ന പലരും കുറെ കഴിയുമ്പോൾ ദൈവങ്ങളായി മാറുകയാണ്. यहाँ पर इंसान के रूप में जन्म लेने वाले कुछ दिनों के बाद वो खुद परमेश्वर ईश्वर बन जाते हैं. മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യരായി മരിച്ചു പോകുന്ന പലരെയും പിന്നീട് ദൈവങ്ങളാക്കുകയാണ്. मनुष्य के रूप में जन्म लेकर मनुष्य के रूप में जीते हुए मनुष्य के रूप में मरने वाले उनके मरने के बाद उनको भगवान बनाया जाता है. എന്നാൽ മനുഷ്യനായി ജനിച്ച് കുറെ സൽപ്രവർത്തികൾ ചെയ്ത് ദൈവമായ ഒരാളല്ല യേശു ക്രിസ്തു. वो मनुष्य के रूप में जन्म लेकर अच्छे कामों को करने के कारण वो एक ईश्वर नहीं बने थे. യേശു ക്രിസ്തു മനുഷ്യൻ ദൈവമായതല്ല. यीशु मसीह एक इंसान थे और परमेश्वर बने नहीं थे. എന്താണ് യേശു ക്രിസ്തുവിനെ മറ്റ് ആൾ ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? यहाँ पर दूसरे भगवानों से भी अलग प्रभु यीशु मसीह में क्या खास बात थी? ആൾ ദൈവങ്ങളെല്ലാം മനുഷ്യരായി ജനിച്ച ദൈവങ്ങളായവരാണ്. वो इंसान भगवान जो बने उनके वो लोग इंसान के रूप में जन्म लिए थे. എന്നാൽ യേശു ഒരു മനുഷ്യനായി ജനിച്ച് ദൈവമായതല്ല. परंतु प्रभु यीशु मसीह एक इंसान के रूप में जन्म लेकर ईश्वर नहीं बने. മറിച്ച് ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. हालेलुया. परंतु परमेश्वर खुद इंसान बनकर इस धरती पर जन्म लिया. യേശു ദൈവം മനുഷ്യനായി അവതരിച്ചതാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം यीशु പറയാം. परमेश्वर होने पर भी इंसान के रूप में जन्म लिया है बोलकर विश्वास करने वाले अपने हाथों को उठाकर परमेश्वर की महिमा करे. അവിടുന്ന് മാത്രമാണ് ദൈവം മനുഷ്യനായത്. वो सिर्फ परमेश्वर है, वो इंसान बना था. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. आदि में वचन था, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. वो परमेश्वर के साथ था. വചനം ദൈവമായിരുന്നു. वचन ही परमेश्वर था. വചനം ജഡമെടുത്തു. वह ये वचन जड़ धारण किया. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. वो कृपा और सच्चाई के साथ हमारे बीच में वास किया. അവനാണ് ദൈവപുത്രനായ യേശു. वही इंसान वो मनुष्य का पुत्र प्रभु यीशु യേശു मसीह. ക്രിസ്തു ദൈവം മനുഷ്യനായി പിറന്നവനാണ്. यीशु मसीह परमेश्वर बनते होने पर भी इंसान बनने वाला था. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ पौलुस प्रेरित के जुबानी में अगर हम कहें ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനെങ്കിലും वो शारीरिक तौर पर दाऊद के संतान तो था, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് परंतु पवित्र आत्मा के अनुसार ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണ്. वो परमेश्वर का पुत्र कहकर सामर्थ्य के साथ प्रकटीकरण दिया गया है. യേശു ഒരേ സമയം മനുഷ്യനുമായിരുന്നു ദൈവവുമായിരുന്നു. वो प्रभु यीशु मसीह एक ही समान वो इंसान भी था और परमेश्वर भी था. അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. वो पूरा तरह ईश्वर था और पूरा तरह इंसान भी था. അവൻ മനുഷ്യനായതുകൊണ്ട് അവന് വിശന്നു. वो इंसान बन के रहा इसलिए उसको भूख लगा. എന്നാൽ അവിടുന്ന് ദൈവമായതുകൊണ്ട് വിശക്കുന്നവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്തു. परंतु वो परमेश्वर होने के नाते जो भूखे हैं उनके लिए उन्होंने रोटी दी. അവിടുന്ന് മനുഷ്യനായതുകൊണ്ട് അവിടത്തേക്ക് ദാഹിച്ചു. वो इंसान होने के कारण वे प्यासे थे. അവിടുന്ന് ദൈവമായതുകൊണ്ട് അനേകരുടെ ദാഹം തീർത്തു. परंतु वो परमेश्वर होने के नाते बहुत सारे लोगों के प्यास को उन्होंने बुझाया. അവിടുന്ന് മനുഷ്യനായതുകൊണ്ട് പടകിൽ സഞ്ചരിച്ചു. वह इंसान होने के कारण वो बहुत जगह यात्रा किए. എന്നാൽ കാറ്റിനെയും കടലിനെയും അമർത്തിക്കൊണ്ട് അവിടുന്ന് ദൈവമാണെന്ന് തെളിയിച്ചു. परंतु हर एक आंधी तूफानों को दबाते हुए उनको शांत करते हुए उसने अपने आप को परमेश्वर होने की साबित किया. യേശുവിനെ അനുഗമിച്ചവരെ രണ്ടായിട്ട് തിരിക്കാം. प्रभु यीशु मसीह के पीछे चलने वालों को हम दो भागों में बांट सकते हैं. യേശു പോകുന്നിടത്തെല്ലാം ഓടിക്കൂടുന്ന ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. प्रभु यीशु मसीह जहाँ कहीं भी जाते थे उनके बीच में बहुत सारे लोग जुड़ जाते थे. അവരെ സുവിശേഷകന്മാർ പരിചയപ്പെടുത്തുന്ന വാക്ക് പുരുഷാരമെന്നാണ്. यहाँ पर सुसमाचार लोग सुसमाचार में उनके बारे में परिचय इस तरह दिया जाता है कि वे पुरुष लोग थे. വലിയൊരു പുരുഷാരം യേശുവിനെ പിൻപറ്റിയിരുന്നു. बहुत सारे पुरुष लोग उनके प्रभु यीशु मसीह के पीछे चलते थे. എന്തിനാണ് ഈ പുരുഷാരം യേശുവിനെ പിൻഗമിക്കുന്നത്? इसलिए ये पुरुष लोग प्रभु यीशु मसीह के पीछे चल रहे थे. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം. उनके बीमारियों को चंगाई मिलने की जरूरत थी. അവർക്ക് വിശപ്പിന് ആഹാരം വേണം. उनके भूख के लिए उनको भोजन की जरूरत था. അവരുടെ ഭൗതിക പ്രശ്നങ്ങൾക്ക് മറുപടി കിട്ടണം. उनके भौतिक जो भी समस्याएं थे उनको जवाब चाहते थे.
ഇതിനു വേണ്ടി യേശുവിനെ പിൻപറ്റുന്ന വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു. इसी कारण यीशु के पीछे बहुत बड़ा लोग झुंड उनके पीछे യേശു चलता था। 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ वो 5 रोटी से 5000 लोगों को जब उसने तृप्त किया, അടുത്ത യോഗത്തിന് വലിയ പുരുഷാരം കൂടി. वो आने दूसरी संगति में बहुत ज्यादा लोग जुड़ गए। യേശു ആ പുരുഷാരത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ആ പുരുഷാരത്തെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. समय नहीं होने के कारण यहाँ पर हम हिंदी की तर्जुमा रोक रहे, कृपया माफ करना। താങ്ക് യു. യേശു ആ പുരുഷാരത്തെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നത് എൻ്റെ വചനം കേൾക്കുവാനല്ല, മറിച്ച് ഇന്നലെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് ഇന്ന് വീണ്ടും എന്നെ അനുഗമിക്കുകയാണെന്ന് യേശു പറഞ്ഞു. യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ അപ്പം കൊടുത്തു, അത് ഭക്ഷിച്ചവരെല്ലാം പട്ടുപോയി, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിതറിപ്പോകാൻ തുടങ്ങി. ആളുകൾ ചിതറിപ്പോകുന്നത് കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇങ്ങനെ സംസാരിച്ചാൽ ആളുകൾ ഇരിക്കത്തില്ല, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, കഠിനവാക്കാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി ഓർപ്പിക്കാം. ശീമോനെ, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. കേവലം അപ്പം തിന്നുന്നതിനും രോഗം സൗഖ്യമാകുന്നതിനും വേണ്ടി വന്ന ആളുകൾ പോയ കൂട്ടത്തിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ വാക്കുകൾ ഓർപ്പിക്കട്ടെ. ഗുരു, അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട്. അഥവാ ശീമോൻ പത്രോസ് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നത് കേവലം ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകാനല്ല, കേവലം ഞങ്ങളുടെ ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനല്ല, കേവലം ഞങ്ങൾക്ക് വിശപ്പിന് ആഹാരം കിട്ടാനല്ല, മറിച്ച് അങ്ങയിൽ കൂടെ നിത്യതയിലെത്താമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തെ പിൻപറ്റുകയാണ്. ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവർ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറ. ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവരാണ്. മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നിത്യത വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു മനുഷ്യൻ ദൈവത്തെ പിൻപറ്റുന്നത്? ആത്യന്തികമായി മനുഷ്യൻ ദൈവത്തെ പിൻപറ്റുന്നത് നിത്യതയോടുള്ള വെളിച്ചത്തിലാണ്. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് രാത്രിയും യേശു രോഗികളെ സൗഖ്യമാക്കും. യേശുക്രിസ്തു വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. യേശു അത് നൽകുന്നവനാണ്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഇന്ന് രാത്രി യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് നിത്യത നേടുകയാണ്. യേശുവിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. നിത്യതയ്ക്ക് വേണ്ടി ദൈവമായി നമ്മെ ഒരുക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. വലിയ പുരുഷാരം യേശുവിനെ പിൻപറ്റിയെങ്കിലും വേണ്ട, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവർ തന്നെ, ഒരൊറ്റ പ്രാവശ്യം കണ്ടവർ തന്നെ 500-ലധികം പേരുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കണ്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. വിശപ്പിന് അപ്പം ഭക്ഷിച്ച 10,000-ങ്ങളുണ്ട്. പക്ഷെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി മാളിക മുറിയിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക, ഈ പുരുഷാരം ആരും മാളിക മുറിയിൽ വന്നില്ല. കേവലം 120 പേര് മാത്രമേ അകത്തെ മുറിയിലേക്ക് പ്രവേശിച്ചുള്ളൂ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 10,000-ങ്ങൾ യേശുവിനെ പിൻപറ്റിയെങ്കിലും അകത്തെ മുറിയിലേക്ക് കയറിയവർ 120 പേരായിരുന്നു. ഒരു ന്യൂനപക്ഷം മാത്രമേ എക്കാലത്തും ദൈവത്തെ വാസ്തവമായി പിൻപറ്റുന്നുള്ളൂ. വാസ്തവമായി ദൈവം പിൻപറ്റുന്ന ആ ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടുവാൻ ദൈവം കൃപ തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എല്ലാ തലമുറയിലും ഒരു ന്യൂനപക്ഷമാണ് വാസ്തവത്തിൽ ദൈവത്തെ പിൻപറ്റുന്നത്. പുരുഷാരം പറഞ്ഞ വാക്കുകളെല്ലാം യേശു ശ്രദ്ധിച്ചെങ്കിലും അവർ പറഞ്ഞതൊന്നും യേശുവിനെ സന്തോഷിപ്പിച്ചില്ല. അവർക്ക് യേശു ആരാണെന്ന് മനസ്സിലായില്ല. രോഗം സൗഖ്യമായി, നല്ല കാര്യം. വിശപ്പിന് അപ്പം കിട്ടി, നല്ല കാര്യം. പക്ഷെ യേശു ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും അപ്പം കിട്ടി, എല്ലാ രോഗവും സൗഖ്യമായി, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടും യേശു ആരാകുന്നു എന്ന് വ്യക്തമാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിനൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് യേശു കർത്താവ് വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, പുരുഷാരം യേശുവിനെ കുറിച്ച് പറഞ്ഞതിനപ്പുറമായി
നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ ഉത്തരം നൽകാനുണ്ടോ? പുരുഷാരം യേശുവിനെ മനസ്സിലാക്കിയതിനപ്പുറമായി നിങ്ങൾക്ക് യേശു ആരാണ്? നിങ്ങൾക്ക് യേശുവുമായി എന്തെങ്കിലും വ്യക്തിപരമായ ബന്ധമുണ്ടോ? ബന്ധമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ആ ബന്ധത്തിൽ ഏർപ്പെട്ടത്? എവിടെ വെച്ചാണ് ആ ബന്ധത്തിൽ ഏർപ്പെട്ടത്? യേശുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായും ആ ബന്ധപ്പെട്ട ദിവസം ഓർമ്മയിൽ ഉണ്ടാകണം. ആ ബന്ധപ്പെട്ട സമയം നിശ്ചയമായി ഓർമ്മയിൽ ഉണ്ടാകണം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പച്ചൻ പ്രസംഗിച്ചിട്ട് രക്ഷയ്ക്കായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ നിലവിളിയോടുകൂടെ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ദിവസം എനിക്കിന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവുമായി ബന്ധപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം ഓർമ്മയുണ്ടോ? വീണ്ടും ജനിച്ച ദിവസം ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ വെറും പുരുഷാരം യേശുവിനെ പിൻപറ്റുന്നത് പോലെ പിൻപറ്റിയിട്ട് കാര്യമില്ല. വ്യക്തിപരമായ ഒരു ബന്ധം ഇന്ന് രാത്രി യേശുവുമായിട്ടുണ്ടാകണം. ശീമോൻ പത്രോസ് പറഞ്ഞു, ഗുരു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പുരുഷാരം പറഞ്ഞതുപോലെ ഒരു മറുപടിയല്ല ശീമോൻ പറഞ്ഞത്. വളരെ വ്യക്തമായ ഉത്തരം ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ജീവനുള്ള ദൈവത്തിന് ഏകജാതനായ ഒരു പുത്രനുണ്ട്. അത് ക്രിസ്തുവാണ്. നൂറ്റാണ്ടുകളായി അവരുടെ പ്രവാചകന്മാർ വരുവാനുള്ള ഒരു മശീഹയെ കുറിച്ച് പറഞ്ഞിരുന്നു. ജനത്തെ തന്റെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന മശീഹയെക്കുറിച്ചുള്ള സൂചനകൾ നൂറ്റാണ്ടുകളായി അവർക്കുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് പുത്രനായി ജനിച്ച യേശുവിനെ കണ്ടപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവനെ മനസ്സിലായില്ല. എന്നാൽ പാവപ്പെട്ട ശീമോൻ പത്രോസിന് മനസ്സിലായി, ഇവനാണ് ഞങ്ങൾ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന മശീഹ. ഇവനാണ് വാഗ്ദത്ത പുത്രൻ. ഇവനെ കുറിച്ചാണ് പ്രവാചകന്മാർ എഴുതിയിരുന്നത്. ഇവനെയാണ് ഞങ്ങൾ നോക്കി പാർത്തത്. ജനത്തെ തങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി പിറന്ന ദൈവപുത്രനാണ് യേശുവെന്ന് ശീമോൻ പത്രോസിന് മനസ്സിലായി. ഇന്ന് രാത്രി വീണ്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശു ആരാ? എനിക്ക് യേശു ആരാന്ന് ഞാൻ പറയാം. ചില വാക്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് എനിക്ക് യേശു ആരാന്ന് ഞാൻ പറയാം. യേശു ജനിക്കുന്നതായ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കേട്ട മനോഹരമായ ശബ്ദം ഇങ്ങനെയായിരുന്നു, ഭയപ്പെടേണ്ട, ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവിടുന്ന് ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കൊരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു, നമുക്ക് വേണ്ടി അവിടുന്ന് ജനിച്ചത്. വീണ്ടും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടെ പറയുന്നു, അവിടുന്ന് മരിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതും നമുക്ക് വേണ്ടിയാണ്. ഇനി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകം ഓർക്കുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അപ്പോൾ അവിടുന്ന് പോയതും നമുക്ക് പ്രയോജനം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. ഇനി പോയി ചെന്നിട്ട് അവിടെ എന്തുവാ ചെയ്യുന്നത്? ലേഖനങ്ങൾ പറയുന്നു, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അപ്പൊ അവിടെ ഇരുന്ന് ചെയ്യുന്നതും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. വീണ്ടും പറയട്ടെ, അവിടുന്ന് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം പറയാം, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വേഗത്തിൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ മടങ്ങി വരും. അപ്പൊ മടങ്ങി വരുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ആദ്യം തൊട്ട് ചോദിക്കട്ടെ, ജനിച്ചത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. മരിച്ചത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ഉയർത്തെഴുന്നേറ്റത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. സ്വർഗാരോഹണം ചെയ്തത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. മധ്യസ്ഥത ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ഇനി മടങ്ങി വരുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എന്നാൽ ഇന്ന് രാത്രികാലം എന്നോട് ചേർന്ന് കൈ നെഞ്ചത്തോട്ട് ചേർത്ത് വ്യക്തിപരമായി അത് പറയാമോ? എനിക്കായി ജനിച്ച്, എനിക്കായി മരിച്ച്, എനിക്കായി ഉയർത്തെഴുന്നേറ്റ്, എനിക്കായി സ്വർഗാരോഹണം ചെയ്ത്, എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന എന്റെ യേശു എന്നെ ചേർപ്പാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു.
ജീവിക്കുന്നു. അവനാണ് എൻ്റെ യേശു. എനിക്കായി ജനിച്ച്, എനിക്കായി മരിച്ച്, എനിക്കായി ഉയർത്തെഴുന്നേറ്റ്, എനിക്കായി സ്വർഗത്തിൽ പോയി, എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് എന്നെ ചേർക്കാൻ വരുന്ന അരുമനാഥനാണ് എൻ്റെ യേശു. നിങ്ങളുടെ യേശു ആരാണ്? നിങ്ങൾക്ക് യേശു ആരാണ്? ശീമോൻ പത്രോസ് വ്യക്തമായി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു കർത്താവ് അതിന് പറഞ്ഞ മറുപടിയോടെ ഓർപ്പിക്കട്ടെ. യേശു കർത്താവ് ഉടൻ പറഞ്ഞ മറുപടി ഇതാണ്: ബേർ യോന ശീമോനെ, നീ ഭാഗ്യവാനാണ്. ബേർ യോന ശീമോനെ, നീ ഭാഗ്യവാനാണ്. ഞാൻ വിചാരിക്കുന്നത് ശീമോൻ പത്രോസിന്റെ മുഖത്ത് നോക്കി ഭാഗ്യവാനാണെന്ന് ഒരാൾ ആദ്യമായിട്ട് പറയുന്ന അന്നാണ്. ഭാഗ്യവാനെന്ന് ഒരാളെ കുറിച്ച് ഒരാൾ പറയണമെങ്കിൽ ലോകത്തിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. സാധാരണ വഴിയെ പോകുന്ന ഒരാളെ വിളിച്ചൊരാൾ പറയത്തില്ല, ഇവിടെ താൻ ഭാഗ്യവാനാണെന്ന് പറയത്തില്ല. ഇവിടെ ആരാ ഭാഗ്യവാന്മാര്? ലോകത്തിൽ ഭാഗ്യവാനായി അറിയപ്പെടണമെങ്കിൽ ലോകപ്രകാരമുള്ള മാനദണ്ഡങ്ങളുണ്ട്. ലോകപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരാൾ ഭാഗ്യവാനാണെന്ന് നിർണയിക്കണമെങ്കിൽ അയാൾ വലിയ ധനവാനാകണം. വലിയൊരു ധനവാനാണെങ്കിൽ പറയും അവൻ ഭാഗ്യവാനാണെന്ന് പറയും. ഉന്നതമായ ജോലിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പറയും ഇയാൾ ഭാഗ്യവാനാണെന്ന് പറയും. നല്ല വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നയാളിനെ കണ്ടാൽ പറയും ഇയാൾ ഭാഗ്യവാനാണെന്ന് പറയും. ഉയർന്ന ബാങ്ക് ഡിപ്പോസിറ്റ് ഉള്ള ആളിനെ നോക്കിക്കൊണ്ട് പറയും ഇയാൾ ഭാഗ്യവാനാണെന്ന് പറയും. സുന്ദരനെയും സുന്ദരിയെയും നോക്കിക്കൊണ്ട് പറയും ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണെന്ന് പറയും. ഈ ലോകം നമ്മെ ഭാഗ്യവാന്മാരെന്ന് കരുതണമെങ്കിൽ ഒന്നുകിൽ വിദ്യാഭ്യാസ ശ്രേഷ്ഠത വേണം, സാമ്പത്തിക ഭദ്രത വേണം, മികച്ച ജോലി വേണം. പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകം ഒരു മനുഷ്യനെ ഭാഗ്യവാനെന്ന് എണ്ണുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്ത് മാനദണ്ഡത്തിലാണ് ശീമോൻ പത്രോസ് ഭാഗ്യവാനായത്? പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുത്തൻ ഭാഗ്യവാനാകുന്നതെങ്കിൽ ശീമോൻ പത്രോസ് പണക്കാരനല്ല. അന്നന്ന് പണിക്ക് പോയില്ലെങ്കിൽ വീടത്താഴപ്പട്ടിണിയാകുന്ന ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് ശീമോൻ പത്രോസ്. പക്ഷെ യേശു ആ ശീമോൻ പത്രോസിനോടാണ് പറയുന്നത്, ശീമോനെ, നീ പട്ടിണിക്കാരനാ, പക്ഷെ നീ ഭാഗ്യവാനാ. കേവല വിദ്യാഭ്യാസം പോരാത്ത, ഉച്ചാരണ ശുദ്ധി പോലും ഇല്ലാത്ത ശീമോനോടാണ് യേശു പറയുന്നത് നീ ഭാഗ്യവാനാണ്. നല്ല ഒരു വീടില്ലാത്ത ശീമോനോടാണ് യേശു പറയുന്നത് നീ ഭാഗ്യവാനാണ്. നല്ല ഒരു പടക് സ്വന്തമായിട്ടില്ലാത്ത ശീമോനോടാണ് യേശു പറയുന്നത് നീ ഭാഗ്യവാനാണ്. യേശു ശീമോനെ ഭാഗ്യവാനെന്ന് വിളിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ മാനദണ്ഡപ്രകാരം ഭാഗ്യവാനായിട്ട് ഗണിക്കപ്പെട്ട ഒരു മനുഷ്യനെ ദൈവം വിളിച്ച പേരുകൂടെ ഞാൻ ഓർപ്പിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. ഒരിക്കൽ യേശു കർത്താവ് തന്നെ ലോകം മാന്യരായി ഗണിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ വയലെല്ലാം ഒരു ദിവസം വിളഞ്ഞു കിടക്കുകയാണ്. ആ മനുഷ്യന്റെ വയലെല്ലാം വിളഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ അവനോട് തന്നെ പറഞ്ഞു, ഈ വർഷം എനിക്ക് വലിയ വിളവുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടിവെക്കാൻ എൻ്റെ കളപ്പുരയിൽ സ്ഥലമില്ല, ഇതെല്ലാം കൂടെ കൊയ്ത് മെതിച്ച് വെക്കുവാൻ എൻ്റെ അറയിൽ സ്ഥലമില്ല. ആ മനുഷ്യൻ തന്റെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു, ഭാവി പരിപാടികളെ കുറിച്ച് പറഞ്ഞു, ഭാവി ആസൂത്രണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പുതിയ പാണ്ഡികശാലകൾ പണിയും, പുതിയ പത്തായം പണിയും, പുതിയ അറ പണിയും, ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടിവെക്കും, ഏറിയ നാൾ എനിക്ക് ഉപജീവനത്തിനുള്ള വക ഇതിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇങ്ങനെ ദീർഘനാൾ തിന്നാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും എല്ലാം വകയുള്ള ധനികനായ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് യേശു പറയുന്ന വാചകം ഇതാണ്: മൂഢാ, ഇന്ന് രാത്രി ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ സ്വരൂപിച്ചു വെച്ചതൊക്കെ ആർക്കായി തീരും? ശ്രദ്ധിക്കണമേ, ലോകത്തിന്റെ മുൻപിൽ ധനികനായ മനുഷ്യൻ, ലോകത്തിന്റെ മുൻപിൽ മാന്യനായ മനുഷ്യൻ, ലോകം ആദരിക്കുന്ന, ലോകം ബഹുമാനിക്കുന്ന ആ ധനികനെ ദൈവം വിളിച്ച പേരെന്താണെന്നറിയാമോ? മൂഢാ. ലോകം അവനെ യജമാനെന്നും സാറെന്നും തമ്പുരാനും ഒക്കെ വിളിച്ചെങ്കിലും ലോകത്തിന്റെ മാനദണ്ഡത്തിലല്ല ദൈവം ആ മനുഷ്യനെ വിളിക്കുന്നത്. ദൈവം വിളിച്ചു മൂഢാ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ചോദിച്ചാൽ
എന്തായി തീരും മൂടാ എന്നാ മനുഷ്യരെ ചോദിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, കേവലം അത്താഴപ്പട്ടിണിക്കാരായിരുന്ന സാധാരണക്കാരിൽ സാധാരണയായ ശീമോൻ പത്രോസിനെ ദൈവം വിളിച്ച പേര് മൂടനെന്നല്ല, ഭാഗ്യവാൻ എന്നാണ് വിളിച്ചത്. അപ്പോഴെന്താണ് ഒരു മനുഷ്യനെ ഭാഗ്യവാനോ നിർഭാഗ്യവാനോ ആക്കുന്നത്? എന്ത് മാനദണ്ഡത്തിലാണ് സ്വർഗം ഒരു മനുഷ്യനെ ഭാഗ്യവാനായി എണ്ണുന്നത്? എന്ത് മാനദണ്ഡത്തിലാണ് സ്വർഗം ഒരു മനുഷ്യനെ നിർഭാഗ്യവാനായി എണ്ണുന്നത്? ഇന്ന് രാത്രി ലളിതമായി ഞാൻ ഉത്തരം പറയാം. ആരാണ് ഭാഗ്യവാൻ? ശീമോൻ പത്രോസ് ഭാഗ്യവാനാണ്. എന്താ കാര്യമെന്നറിയാമോ? യേശു ആരാന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ഉച്ചഭാഷയുടെ ശബ്ദത്തിൽ എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഉത്തരം പറയും. ഈ നിൽക്കുന്ന നിൽപ്പിൽ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാണൻ നഷ്ടപ്പെട്ടു പോയാൽ നിത്യത ദൈവത്തോടുകൂടെയാണെന്ന് ഉറപ്പുള്ള മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് അഭിമാനമുണ്ട്? ലോകം എന്നെ എന്തെല്ലാം പറഞ്ഞാലും കുഴപ്പമില്ല, ലോകം എന്നെ കലക്കവെള്ളത്തിൽ മുങ്ങിയവനെന്നോ മിന്ന് പറിച്ചവനെന്നോ മറുഭാഷ പറയുന്നവനെന്നോ തുള്ളുന്നവനെന്നോ കളിയാക്കട്ടെ, പക്ഷെ ഇന്ന് രാത്രി പ്രിയ സഹോദര സഹോദരി, സ്വർഗം നിന്നെ മാന്യനായി എണ്ണിയിരിക്കുന്നു, സ്വർഗം നിന്നെ വലിയവനായി എണ്ണിയിരിക്കുന്നു, സ്വർഗം നിന്നെ ഭാഗ്യവാനായി എണ്ണിയിരിക്കുന്നു. ലോകപ്രകാരം ഒരു ഭാഗ്യപദവി ഇല്ലെങ്കിലും സ്വർഗരാജ്യം നിമിത്തം ഭാഗ്യവാന്മാരായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്ദിയോടെ ദൈവത്തിന് അല്പസമയം സ്തോത്രം പറഞ്ഞാട്ട്. ഈ വലിയ ഭാഗ്യപദവി ദൈവം നമുക്ക് തന്നല്ലോ. ശീമോൻ പത്രോസിനോട് യേശു പറഞ്ഞ വാചകം ഓർക്കുന്നു. ബേറിയോനായ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, ഇത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്ന വെളിപ്പാടാ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജഡത്തിൽ നിന്ന് ജഡത്തിലേക്ക് ലഭിച്ച ഒരു അറിവല്ല ഇത്, മറിച്ച് ദൈവം നിന്റെ അന്തരാത്മാവിൽ തന്ന ഒരു തിരിച്ചറിവാണ് യേശു ആരാണെന്നുള്ള വെളിപ്പാട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ജഡത്തിൽ നിന്ന് ജഡത്തിലേക്ക് പകർന്ന ഒരു അറിവല്ല യേശു ആരാണെന്ന്. ലോകത്തുള്ള ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് PhD നേടുന്നവനല്ല അറിവുള്ള മനുഷ്യൻ. ഏറ്റവും വലിയ അറിവ് ആർക്കാന്ന് ചോദിച്ചാൽ ദൈവം ആരാന്ന് അറിയുന്നവനാണ് ഏറ്റവും അറിവുള്ള മനുഷ്യൻ. യേശു ആരാന്ന് അറിയുന്നവനാണ് ഏറ്റവും അറിവുള്ള മനുഷ്യൻ. ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടിയിട്ടു യേശു ആരാന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവൻ ലോകത്തിലെ അരിഷ്ടനായ മനുഷ്യനാണ്. പക്ഷെ ലോകപ്രകാരം വീടില്ലായിരിക്കാം, കൂടില്ലായിരിക്കാം, കാറില്ലായിരിക്കാം, ആഢ്യത്വമില്ലായിരിക്കാം, ആഡംബരമില്ലായിരിക്കാം, ആഭിജാത്യമില്ലായിരിക്കാം, പാരമ്പര്യമില്ലായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിന് മുൻപിൽ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഭാഗ്യവാനാണ് ഞാൻ, ഒരു ഭാഗ്യവതിയാണ് ഞാനെന്ന് അഭിമാനമുള്ളവർക്കാരെ ഉയർത്തിപ്പിടിച്ചാട്ട്. നിങ്ങളാണ് ഈ പട്ടണത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ ആളുകൾ. ഈ പട്ടണത്തിലെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ദൈവം നമ്മെ എണ്ണിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ആരാന്ന് തിരിച്ചറിഞ്ഞതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നന്ദിയോടെ ഓർക്കണേ, നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, നമ്മേക്കാൾ കുലീനത്വമുള്ളവർ, നമ്മേക്കാൾ പാരമ്പര്യമുള്ള പലർക്കും ഇന്ന് യേശു ആരാണെന്ന് മനസ്സിലാകാതെ ഏതോ കൂട്ടത്തിൽ ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടുന്ന് ഏകസത്യ ദൈവമാണെന്നും ഏകരക്ഷാമാർഗമാണെന്നും രാജാധിരാജാവാണെന്നും ദേവാധിദേവനാണെന്നും തിരിച്ചറിയുവാനും അത് വിളിച്ചു പറയുവാനുള്ള ധൈര്യവും ദൈവം പകർന്നതോർത്ത് ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതാ ഭാഗ്യമാൻ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഇതുവരെ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ വർഷത്തിന്റെ ആരംഭം തന്നെ യേശു ആരാണെന്ന് തിരിച്ചറിയുക. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു ആരാണെന്ന് അനേക പ്രസ്താവനകളിലൂടെ തെളിയിക്കുവാൻ എനിക്ക് സമയമില്ല. എല്ലാ കൺവെൻഷന്റെയും പ്രാരംഭ ദിവസം സമയം കുറവായിരിക്കും. എങ്കിലും യേശു ആരാണെന്ന് ഒരു പ്രസ്താവനയോട് പെട്ടെന്ന് ഓർപ്പിക്കട്ടെ.
യേശു ആരാണെന്ന് ശമര്യക്കാരോട് ചോദിച്ചാൽ പറയും അവിടുന്ന് ലോകരക്ഷകനാണെന്ന് പറയും. തോമാസിനോട് ചോദിച്ചാൽ പറയും എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്ന് പറയും. പൗലോസിനോട് ചോദിച്ചാൽ പറയും മഹാദൈവവും കർത്താവുമാണെന്ന് പറയും. എന്നാൽ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ഒരൊറ്റ ദൗത്യമേ ഉള്ളായിരുന്നു, തനിക്ക് പിന്നാലെ വരുന്ന യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്നയാളാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു അതുവഴിയായി കടന്നുപോയി. യേശു അതുവഴിയായി കടന്നു പോകുന്നത് കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കൽ നിന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതുവഴിയായി കടന്നു പോകുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു നിമിഷം ഒന്ന് നോക്കണേ, ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കടന്നു പോകുന്ന ആരാന്നറിയാമോ? ഇത് സാധാരണ ഒരു മനുഷ്യനല്ലേ പോകുന്നത്. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്ന് നോക്കി ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാരാന്നറിയാമോ? ലോകത്തിന്റെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി പോന്നെന്ന് പറഞ്ഞു. കുഞ്ഞാടെന്ന് പറഞ്ഞാലും പാപമെന്ന് പറഞ്ഞാലും യാഗമെന്നും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ജാതിയോടാണ് യോഹന്നാൻ സ്നാപകൻ ഇത് പറഞ്ഞത്. മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹ മധ്യത്തിലാണ് യോഹന്നാൻ ഇത് പറഞ്ഞതെന്നതുകൊണ്ട് ആ കേൾവിക്കാർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ആ സാഹചര്യം പെട്ടെന്നൊന്ന് ഓർപ്പിച്ച് പറയാം. ഹാബേൽ ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിച്ചത് നമുക്കറിയാം. ഹാബേൽ ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിക്കുമ്പോൾ ആ യാഗം കൊണ്ടുള്ള പ്രയോജനം ആർക്കൊക്കെ ലഭിച്ചെന്നറിയാമോ? ഹാബേലിന് മാത്രമേ ലഭിച്ചുള്ളൂ. ഹാബേലിന്റെ ആട്ടിൻകുട്ടിയെ ഹാബേൽ യാഗം കഴിച്ചത് കൊണ്ട് ഹാബേലിനല്ലാതെ ലോകത്താർക്കും ഒരു ഗുണവും ഉണ്ടായില്ല. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെടുമ്പോൾ ഒരു പെസഹ കുഞ്ഞാടിനെ അവർ കൊന്നു. ഈ പെസഹ കുഞ്ഞാടിനെ ഒരു കുടുംബം ഒരാടിനെ വീതമാണ് അറുത്തത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ യാഗം കൊണ്ട് ആർക്കാ ഗുണമുണ്ടായതെന്ന് ചോദിച്ചാൽ ഏതൊരു കുടുംബം ആ ആടിനെ യാഗം കഴിച്ചോ ആ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ പ്രയോജനമുണ്ടായുള്ളൂ. ആ കുടുംബത്തിനപ്പുറമുള്ള ഒരാൾക്ക് പോലും ആ യാഗം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. വേറൊരു വലിയ യാഗം ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേൽ യഹൂദന്റെ പാരമ്പര്യത്തിൽ മഹാപാപ പരിഹാര നാളെന്ന് പറയുന്ന ദിവസം യഹൂദ ജാതിയുടെ മുഴുവൻ പാപത്തിനു വേണ്ടി മഹാപുരോഹിതൻ ഒരാടിനെ യാഗം കഴിക്കുമായിരുന്നു. ആ മഹാപുരോഹിതൻ ആദ്യം തന്റെ പാപത്തിനു വേണ്ടി പിന്നെ ജനത്തിന്റെ പാപത്തിനു വേണ്ടി ഈ യാഗം കഴിക്കുമ്പോൾ മഹാപുരോഹിതനോട് ചോദിക്കണം, ഈ യാഗം ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മഹാപുരോഹിതൻ പറയും, ഈ യാഗം ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? യഹൂദ ജാതിക്ക് വേണ്ടിയുള്ള യാഗമാണ്. ഇത് യഹൂദന്റെ ആടാണ്. ഈ യാഗം കൊണ്ട് യഹൂദജാതിക്കല്ലാതെ ലോകത്താർക്ക് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി വീണ്ടും ഓർക്കട്ടെ, ഹാബേലിന്റെ യാഗം കൊണ്ട് ഹാബേലിന് മാത്രമേ ഗുണമുണ്ടായുള്ളൂ. പെസഹ കുഞ്ഞാടിന്റെ യാഗം കൊണ്ട് ഒരു കുടുംബത്തിന് മാത്രമേ ഗുണമുണ്ടായുള്ളൂ. മഹാപാപ പരിഹാര ദിവസം നടന്ന യാഗം കൊണ്ട് ഒരു ജാതിക്ക് മാത്രമേ ഗുണമുണ്ടായുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതിലേതെങ്കിലും ഒരു യാഗം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? എന്റെയോ നിങ്ങളുടെയോ പാപത്തിന് ഇത് പരിഹാരമായി തീർന്നോ? ഇല്ല. പിന്നെ എന്റെയും നിങ്ങളുടെയും പാപം എങ്ങനെ പരിഹരിക്കപ്പെടണം? ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. ഹാബേലിന്റെ ആടിനെ അല്ല, യഹൂദന്റെ ആടിനെ അല്ല, എനിക്ക് വേണ്ടി യാഗമാകുവാൻ ദൈവം ഒരാട്ടിൻകുട്ടിയെ വേർതിരിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, കേവലം ഇവിടെയുള്ള മൃഗങ്ങളായ ആടുകളെ കൊണ്ട് നടന്ന യാഗം കൊണ്ട് നമുക്കാർക്കും ഒരു ഗുണവും ഉണ്ടാകാതെ ഇരുന്നപ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർത്ത് കളവാൻ നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവസ്നേഹത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ സാഷ്ടാംഗം നമിക്കുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. കരം ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് നന്ദി പറയാൻ, ദൈവമേ എനിക്ക് വേണ്ടി യാഗമായി തീരുവാൻ നീ ഒരാടിനെ കരുതിയല്ലോ. അത് കേവലം ഒരു നാൽക്കാലി മൃഗത്തെ അല്ല ദൈവം എനിക്ക് വേണ്ടി കരുതിയത്. ദൈവം എനിക്ക് വേണ്ടി കരുതിയത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെയാണ്. എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, ദൈവസ്നേഹത്തിൽ നിന്ന് അറ്റുപോയി എന്നെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നെ മടക്കിക്കൊണ്ട് വരേണ്ടതിന് എന്തു വില കൊടുക്കാനും തയ്യാറായി. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ സഹോദരി, അടുത്ത മകലെയും ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ദൈവത്തിൽ നിന്ന് ഇന്ന് രാത്രി അകന്ന് ജീവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, നീ ദൈവത്തോട് അടുത്തു വരണമെന്നാണ് ദൈവത്തിന്റെ താല്പര്യം. നിന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനു വേണ്ടി എന്തു വില കൊടുക്കാനും ദൈവം തയ്യാറാണ്. അതിന് ദൈവം തയ്യാറായി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ചെറിയ വിലയല്ല അതിനു വേണ്ടി കൊടുക്കേണ്ടി വന്നത്. ഒരു ചെറിയ വില കൊടുത്താൽ പോരായിരുന്നു, മറിച്ച് തന്റെ ഏകജാതനായ പുത്രന്റെ അവസാനത്തുള്ളി ചോര വരെ ഊറ്റിക്കൊടുത്ത് എന്നെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഞാൻ എൻ്റെ കരം ഉയർത്തി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾക്കും കരം ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറയാ. നമുക്ക് വേണ്ടി ബലിയായി തീരേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി വേർതിരിച്ച ദൈവസ്നേഹത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം നമിക്കുന്നു, പ്രണമിക്കുന്നു. അതെ, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായത് ഒരു കുടുംബത്തിന് വേണ്ടിയല്ല. യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായത് ഒരു ജാതിക്ക് വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന്റെ പാപത്തെയാണ് യേശു ചുമന്നത്. ഇന്ന് രാത്രി വീണ്ടും ഞാൻ പറയട്ടെ, യേശുക്രിസ്തു മുഴുവൻ ലോകത്തിന്റെയും പാപം ചുമന്നൊഴിച്ചിരിക്കുകയാണ്. ഒരു എളിയ സുവിശേഷകൻ എന്നുള്ള നിലയിൽ എല്ലാ മതവിഭാഗങ്ങളോടും എല്ലാ മനുഷ്യരോടും പൂർണ്ണ ബഹുമാനത്തോട് തന്നെ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതുകൊണ്ട് ഇനിയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു ബലിയും അർപ്പിക്കണ്ട. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു യാഗവും അർപ്പിക്കണ്ട. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും സ്വയം ദണ്ഡിപ്പിക്കണ്ട. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും തീർത്ഥാടനം നടത്തേണ്ട. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട. എന്തുകൊണ്ട്? ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ചുമന്നൊഴിച്ചിരിക്കുകയാണ്. മുഴു ലോകത്തിന്റെയും എന്റെയും നിങ്ങളുടെയും ഇതുവരെ ചെയ്തതും ഒരുപക്ഷെ ഇനി ചെയ്യാനിരിക്കുന്നതുമായതും സകല പാപത്തിനു വേണ്ടിയും യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് വിരോധവും നമുക്ക് പ്രതികൂലവുമായ എല്ലാ കൈയെഴുത്തിനെയും മായ്ച്ചു കളയുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ഇന്ന് രാത്രി ഇതുവരെയും യേശു ആരാണെന്ന് മനസ്സിലായിട്ടില്ലാത്തവനായി ഇല്ലാത്തവളായി ഈ ശബ്ദം കേട്ടെങ്കിൽ മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈ യേശുവിനെ സ്വീകരിക്കുമോ? ഈ യേശുവിനെ അറിയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ യേശു ആരാണെന്ന് മനസ്സിലായതാ. ഈ യേശുവിനെ അറിയിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ അഭിമാനവും. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിവസം തന്നെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ധന്യനാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അതിന് അവസരം തന്ന സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. ഇതുവരെയും യേശുവിനെ ആരെന്നറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിങ്കിലേക്ക് വരുമോ? ഏകരക്ഷിതാവും ഏക കർത്താവും ഏക സത്യദൈവവും ഏക രക്ഷാമാർഗവുമായ
ഈ യേശുവിനെ സ്വീകരിക്കുമോ? എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങാം. എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങുമ്പോൾ, എല്ലാ തലകളും ദൈവത്തിന്റെ സന്നിധിയിൽ വണങ്ങിയിരിക്കുമ്പോൾ, ഈ സമയത്ത് ആരും നടന്നു പോകരുത്. ഒരു നിമിഷം ഇരിക്കണേ, ദയവായിട്ടിരുന്നാട്ട്. യേശുവിനെ അറിയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. യേശു ആരാണെന്ന് തിരിച്ചറിയാത്ത ജനകോളികളുടെ മധ്യത്തിൽ യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന വെളിപ്പാടിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ ദൈവകുഞ്ഞാടിനെ നമുക്ക് വേണ്ടി ഒരുക്കി. ഈ യേശുവിനെ ഇതുവരെയും സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ഈ യേശുവിന് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ, ഈ യേശുവിനെ രക്ഷിതാവായി അംഗീകരിപ്പാൻ, കർത്താവായി അംഗീകരിപ്പാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വലതുകര ഉയർത്തിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യഭാഗത്ത് കൈ ഉയർത്തിയിരിക്കുന്ന പ്രിയ പിതാവിനെ ദൈവം കാണുന്നു. ഫ്രണ്ടിൽ കൈ ഉയർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവനെ ദൈവം കാണുന്നു. ഇനി ആൾക്കൂട്ടത്തിന്റെ പുറകിൽ കൈ ഉയർത്തിയിരിക്കുന്ന ആളിനെ ദൈവം കാണുന്നു. ഈ യേശുവിനെ തിരിച്ചറിയുവാൻ, എൻ്റെ പാപത്തിനു വേണ്ടി പരമയാഗമായി തീർന്ന ദൈവകുഞ്ഞാടായി യേശുവിനെ സ്വീകരിപ്പാൻ കരമുയർത്തിയവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്ന് രാത്രിയും അങ്ങേ ഒരു പ്രാവശ്യം കൂടി ഉയർത്തുവാൻ അങ്ങ് അവസരം തന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ആരെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ അങ്ങ് തുറന്നതിനായിട്ട് സ്തോത്രം. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടായി ഞങ്ങൾ അങ്ങേ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇന്ന് രാത്രി കരമുയർത്തി പ്രിയപ്പെട്ടവരുടെ ഉള്ളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരുമാറാകണമേ. വചനം കേട്ട എല്ലാവരോടും ദൈവം വാദിച്ചുകൊണ്ടിരിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവ തിരുനാമം മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ.